உலகம் என்பது கண்களின் இச்சை, ஜீவனத்தின் பெருமை, மாம்சத்தின் இச்சை. தேவனால் உண்டானதல்ல, இது உலகத்தினால் உண்டானது. தேவ சித்தம் செய்கிறவனோ என்றென்றைக்கும் நிலைத்திருக்கும். ஆனபடினால் എഴുത്തിൻ പ്രകാരം നാം മാംസ ശരീരത്തിൽ ഉലകത്തിൽ കാണപ്പെട്ടാലും இந்த கண்களின் இச்சையில் இருந்தும் ஜீவனத்தின் பெருமையில் இருந்து மாംസ ഇച്ഛയിൽ ഇருந்து പൂർണ്ണ വിടുതലയെ പെറ്റുകൊണ്ട് ജീവനത്തിന്റെ പ്രതാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കും. ഒരു സ്റ്റൈലില്ല, അതുകൊണ്ടാണ് നമ്മൾ വലിയ സ്റ്റൈലൊന്നും കാണിക്കാതെ നമ്മളെല്ലാരും വെള്ള ഒരേ ഡ്രസ് പോട്ട് ഞായറാഴ്ചയിൽ ഏകദേശം ഒരുപോലെ വെള്ള വസ്ത്രം ധരിച്ച് നമ്മളെല്ലാവരും ഉലകത്താരല്ല. കാരണം നമ്മൾ ലൗകികന്മാരല്ല. പട്ടുസാരിയെ പാർക്ക മുടിയും, പട്ടുസാരി ഒന്നും കാണാനില്ല. നിങ്ങൾക്ക് ഇല്ലാമല്ല, വീട്ടിലില്ലാഞ്ഞിട്ടല്ല, കല്യാണത്തിനൊക്കെ പോയി പാർക്കണം. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാണാം. ഞാൻ മുമ്പ് കല്യാണത്തിനെല്ലാം പോകണം. മുൻകാലങ്ങളിൽ ഞാൻ കല്യാണത്തിനൊക്കെ പോകും. ബോംബെയിലെല്ലാം പോകാം, മുംബൈയിലൊക്കെ പോകും. പോയി ആ ഗേറ്റ് കിട്ടുന്നില്ല. ആ ഗേറ്റിന്റെ അവിടെ നിൽക്കും. വിശ്വാസികളെല്ലാം പട്ടുസാരി ഉടുത്തിട്ട് വരുവാണ്. വിശ്വാസികൾ പട്ടുസാരി ഉടുത്ത് വരും. എന്നെ പാത്ത ഉടനെ എന്നെ ഡയറക്ഷൻ മാറിപ്പോകും. എന്നെ കാണുമ്പോഴേ അവരിങ്ങനെ ദിശ തെറ്റി അങ്ങോട്ട് മാറിപ്പോകും. ദേവന്റെ മഹിമ, ദൈവത്തിന് വേഷം നമുക്ക് വേണ്ട. ആകയാൽ ഇങ്ങനെയുള്ളതായ ആഡംബരവേഷം വേണ്ട. നാം ഉലകത്താരല്ല, ലോകമനുഷ്യരില്ല. അതിനാൽ വെള്ളസാരി ഉടുത്ത് താൻ കല്യാണത്തിനൊക്കെ പോകണമെന്നുമില്ല. അതുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോഴും വെള്ള തന്നെ വേണമെന്ന് പറയുന്നില്ല. പട്ടുസാരി ഉടുത്ത് താൻ പോകണമെന്നുമില്ല എന്ന് വെച്ച് പട്ടുസാരി ഉടുക്കണമെന്നും നിർബന്ധമില്ല. പട്ടുസാരി ഉടുത്താൽ ഉനക്ക് എന്നാ പ്രയോജനം? സാരി ഉടുത്തത് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു വസനം തരിക, ഒരു വചനം തരാം. യെരമ്യ 4-ാം അധികാരം 30-ാം വസനത്തെ നാം വാസിക്കുന്നു. യെരമ്യാവ് 4:30 വായിച്ചാൽ, അല്ല തമിഴിലൊന്ന് വാസിക്ക. നീ കണ്ണിൽ മൈയിട്ട് കൊണ്ടാലും, നീ കണ്ണിൽ മഷി എഴുതിയാലും. യെരമ്യ 4:30 പാഴായി പോന നീ ഇപ്പോൾ എന്ന ചെയ്വാൽ, രക്താംബരം ഉടുത്താലും. പട്ടുസാരി രക്താംബരമാണ് പട്ടുസാരി. പൊന്നാഭരണങ്ങളാൽ ഉന്നെ അലങ്കരിച്ചാലും, കണ്ണുകളിൽ മൈയിട്ട് കൊണ്ടാലും വീണാകൻ നീ ഉന്നെ അഴകുപെടുത്തുക. വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. സോരനായകർ ഉന്നെ അസൈറ്റ പണ്ണി പ്രാണനെ വാങ്ങ തേടുവാர்கள். സോരനായകർ റൗഡികൾ. ഇവിടെ റൗഡികൾ അല്ലെങ്കിൽ ഉലകത്തിന്റെ മാല വിട്ടിട്ട് പോறாங்க, സൈക്കിൾ വരാங்க, മോട്ടോർ സൈക്കിൾ വരാங்க, പിടിച്ച് ഇഴുത്തിട്ട് പോறாங்க. ബൈക്കിലൊക്കെ വന്നാൽ മാലയൊക്കെ അപഹരിച്ചിട്ട് പോകുന്ന വാർത്തകൾ കാണുന്നില്ലേ? 2 നാൾ മുന്നാലെ ഒരു മാലയെ പിടിച്ച 2 ദിവസം ഞാൻ മാലയെ അവനാലെ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. അന്ത സഹോദരിയും കൊഞ്ചും വെള്ളസാലി, അവിടെ ആരോഗ്യമുള്ള ഒരു സഹോദരിയാണ്. അവൾ എളുമ്പി ഉടനെ അവന്റെ നെഞ്ചുക്ക് ഒരു കുത്തു കുത്തി, എഴുന്നേറ്റ് അവന്റെ നെഞ്ചിന് ഒരു ഇടി കൊടുക്കും. അവൻ കീഴെ വീഴുന്ന, അവൻ താഴെ വീഴും. മോട്ടോർ സൈക്കിളേ കുത്തു കുത്തുന്ന ഉടനെ ഇവിടുത്തെ സഹോദരികളെല്ലാം കരാട്ട ക്ലാസ് പഠിച്ചതാ പറഞ്ഞത്. സഹോദരിമാരൊക്കെ കരാട്ടെ ക്ലാസ്സിൽ പോകുന്നവരാണ്. നിങ്ങളല്ല നിങ്ങളെയല്ല പറയുന്നത്. കരാട്ട ക്ലാസ് പഠിച്ചതാ പറഞ്ഞത്. കരാട്ടയ്ക്കൊക്കെ പോയിട്ട് വരുന്നവർക്ക് കുത്തത്തിരിയും, അവർക്ക് ഇടിക്കാൻ അറിയാം, നിക്കത്തിരിയും, നിൽക്കാനും അറിയാം. ദേവനൊക്കെ മയങ്ങി ഒറ്റ കുത്തിന് അവൻ കീഴെ വീഴുന്നു. പക്ഷേ ഇടിയിലവൻ താഴെ വീഴും. അല്ല സംഭവിച്ചത് കൂടെ ഇരുന്ന പയ്യൻ കത്തിയാൽ അവളെ കുത്തി കൊല ചെയ്ത. കൂടെ ഉണ്ടായിരുന്നവൻ അവളെ കത്തി കൊണ്ട് കുത്തിക്കൊന്നു. ആ സഹോദരി ഇറങ്ങി വിട്ടാൽ മരിച്ചു. പേപ്പറിൽ വന്ന വാർത്തയാണ്. കാരണം എല്ലാം നീ നഗയും പോട്ട് സിംഗാരം പണി അലങ്കാരം പണി നീ റോഡിൽ പോന്നാൽ റൗഡികൾ ഉന്റെ പ്രാണനെ തേടുവാറുണ്ട്. ഈ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അലങ്കരിച്ച റോഡിലിറങ്ങി നടന്നാൽ ഇതുപോലെയുള്ളതായ റൗഡികൾ നിന്റെ പ്രാണനെ അന്വേഷിക്കും. നീ ഉന്നെ അലങ്കാരം പണി എന്ന പ്രയോജനം? ആകയാൽ നിന്നെ അലങ്കരിച്ചെന്ത് പ്രയോജനം? കൈമഴി പോട്ടുകൊണ്ട് എന്ന പ്രയോജനം? കണ്ണിൽ മഷി എഴുതി എന്ത് പ്രയോജനം? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ദേവജനങ്ങൾ അപ്പടിപ്പെട്ട കാര്യങ്ങളെ ചെയ്യലാകാതെ, ദൈവജനം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. യേശു சொன்னதை ഗവനിയുക. യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക. ഞാൻ ഉലകത്താൻ അല്ലാത്തതുപോലെ, ഞാൻ ലൗകികനില്ലാത്തതുപോലെ ഇവർകളും പത്തനംതിട്ടയിലുള്ള இந்த ജനങ്ങളും ഉലകത്താരല്ല. പത്തനംതിട്ടക്കാരായ ഇവരും ലൗകികന്മാരില്ല.
യേശു നമ്മെ കുറിച്ച് സാക്ഷി சொல்லுது. കർത്താവായ യേശു നമ്മെ കുറിച്ചാണ് സാക്ഷി പറയുന്നത്. നിങ്ങൾ ആരും ലൗകികരില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതുதான் കൺകളിൻ ഇച്ഛ. ഇതാണ് കൺമോഹം. പിന്നെ ജീവനത്തിൻ പെരുമ. ജീവനത്തിന്റെ പ്രതാപം. വീട് നമുക്ക് தேவை. നമുക്ക് വീട് ആവശ്യമാണ്. ഇപ്പൊ ചിലർ വീട് അലങ്കാരத்துக்காக പെരുമയ്ക്കാக பெருசாக കെട്ടുகிறார்கள். വിശ്വാസ വീടും കെട്ടുகிறாർ. ചിലർ ആഡംബരത്തിനായി പൊങ്ങച്ചത്തിനായിട്ട് വീടുകൾ പണിയുന്നു. വിശ്വാസ വീടുകൾ പോലും അങ്ങനെ പണിയുന്നു. കേരളത്തിലെ അനേക വീട് അപ്പടിപ്പെട്ട വീടുതാണ്. കേരളത്തിലെ അനേക ഭവനങ്ങൾ അങ്ങനെയാണ്. അതൊന്നും ദേവസിദ്ധമില്ല. പക്ഷേ അത് ദൈവഹിതമല്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പടിപ്പെട്ട വീടൊന്നും നമുക്ക് തേവയില്ല. നമുക്ക് അങ്ങനെയുള്ള വീടുകളുടെ ആവശ്യമില്ല. ദേവൻ പ്രിയപ്പെടാൻ മാട്ടാം. ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല. നമുക്ക് തങ്കറത്തുക്ക് ഒരു വീട് പാർക്കാൻ വീട് ആവശ്യമാണ്. യേശു തോമസ് അവരുടെ ചൊല്ലുമ്പോൾ പറയുമ്പോൾ നമ്മുടെ ഹാൾ അന്ത കാലത്തിലെ ഡിസ്റ്റംബർ അടിച്ച് ശുദ്ധமாக വെച്ചുകൊള്ളുക. അന്നത്തെ കാലങ്ങളിൽ നമ്മുടെ ആരാധന ഹാളിൽ അന്നത്തെ പോയി ആ ഡിസ്റ്റംബർ അടിച്ച് വൃത്തിയായി വയ്ക്കണം. ആരും ഡിസ്റ്റംബർ അടിക്കുമ്പോൾ ഡിസ്റ്റംബറേ ഇല്ല. പിന്നെ ഡിസ്റ്റംബർ എന്ന സാധനമേ ഇല്ല. അങ്ങനെ യേശു തോമസ് പറയും ഡിസ്റ്റംബർ അടിച്ച് നമ്മുടെ ഹാള് നല്ല ഹാള് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കണം. ஆனால் நீ தங்குற வீடு എന്നാൽ പാർക്കുന്ന വീടും മട്ടയെടുത്ത് അത് ചതച്ച് ചുണ്ണാമ്പില് മുക്കി അത് നീ വീട്ടിലെ ചുണ്ണാമ്പടിക്കണം. ആ വീട്ടിൽ കുമ്മായം തേക്കണം. ബ്രഷിൽ തേക്കക്കൂടാ. ബ്രഷിൽ പാടില്ല. ചകിരി ചതച്ച് കുമ്മായം തേക്കണം. മട്ട ഇറക്കില്ലേ, മട്ട ചതച്ച് മടല് ചതച്ച് അത് തേക്കണം. അത് വെച്ചാണ് നമ്മുടെ പരിശുദ്ധവാന്മാരുടെ ദർശനം. ഇതായിരുന്നു വിശുദ്ധന്മാരുടെ കാഴ്ചപ്പാട്. ജീവിക്കാറ് അവരെങ്ങനെ ജീവിച്ചു. അവർ നമ്മൾ ചൊല്ലിത്തന്നാர்கள், ജീവിച്ച് കാണിപ്പിത്താറ്. അവർ നമ്മളെ പഠിപ്പിക്കുകയും ജീവിച്ചു കാണാൻ. ഇന്നേക്ക് അനേകരുടെ വീട് നാമ മഹിമയ്ക്കുള്ള വീടല്ല, മഹിമയ്ക്കുള്ള ദൈവനാമമഹത്വത്തിനുള്ള ഭവനങ്ങളില്ല. പണം ദേവൻ തരുമ്പോൾ ദൈവം പണം തരുമ്പോൾ ഞാൻ നേരത്തെ കേട്ട വസനം പോലെ ഉന്റെ ഹൃദയത്തിൽ പെരുമ വരക്കൂടാതെ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹൃദയം സാമാന്യ ഒരു നല്ല വീട് തേവ. സാമാന്യ നല്ലൊരു വീട് വേണം. നല്ല വീട് തേവ. നല്ല വീട് വേണം. പെരുമയ്ക്കാക, പൊങ്ങച്ചത്തിനാണ്, 4 പേര് പാത്രத்துக்காக, 4 പേർ കാണുവാൻ നീ വീട് കെട്ടക്കൂടാ. വീട് പണിയേണ്ട. ഒരിടത്ത് ഞാൻ ഊഴിയം ചെയ്യുമ്പോൾ ഒരു സഹോദരന് വീട് കെട്ടാൻ തുടങ്ങി. ഒരു സഹോദരൻ വീട് പണിയാൻ തുടങ്ങി. 60 ലക്ഷം രൂപ കയ്യിൽ ഇരുന്നത്. അന്ന് ആ കയ്യിൽ 60 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പെരിയ ഫൗണ്ടേഷൻ എതിർക്കാതെ, ഇത്ര വലിയ അടിസ്ഥാനം, നീളമോന്ന ഫൗണ്ടേഷൻ, വളരെ നീളം കൂടിയതായ അടിസ്ഥാനം, ഇത് തേവയില്ല, ഇത് ആവശ്യമില്ല. എന്റെ പണം പൂരെ പോയി വിടും. നിന്റെ പണമൊക്കെ വെറുതെ പോകും. ദേവനക്ക് മഹിമ. അതേ വേളയിൽ ഫൗണ്ടേഷനെ നീ ചുരുക്കി അടിസ്ഥാനം ചെറുതാക്കി இந்த ഫൗണ്ടേഷന്റെ നീളം വീട് ഉയരமாக வைத்தால், നീ അതിന്റെ നീളം കുറിച്ചിട്ട് വീട് ഉയരത്തിൽ പണിതാൽ ഒരു 4-5 മാടി 6 മാടി വീട് കെട്ടല. ഒരു 4 നിലയോ 6 നിലയോ വീട് പണിയും. ഇவ்வளவு പണം தேவைയില്ല. അതിന് ഇത്ര ആവശ്യവും ഇല്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒരു ലിഫ്റ്റ് വെക്കണം. ഒരു ലിഫ്റ്റ് വെക്കാം. നീ അതിന്റെ മേലെ പോയി തങ്ങണം. അതിന്റെ മുകളിലത്തെ നിലയിൽ നീ പാർക്കാം. അതിന്റെ ടോപ്പ് ലെവലില് ഗാർഡനും ചെയ്യலாம். അതിന്റെ ഏറ്റവും മുകളിൽ റൂഫില് ഗാർഡൻ ചെയ്യാം. നമ്മുടെ വിശ്വാസികൾ പലരും ചെയ്യலாம். പലരും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഗാർഡൻ ചെയ്യலாம். അങ്ങനെ റൂഫ് ഗാർഡൻ ചെയ്യാം. ഈവനിങ് ആകുമ്പോൾ മനവിയും പുരുഷനും കൂടെ സണ്ട പോട്ടാലും പറവായില്ല, ഗാർഡനിൽ ഉட்கார்ந்து ടീ കുടിക്കണം. വൈകുന്നേരം ഭാര്യയും ഭർത്താവും കൂടെ വരക്കടിച്ചുകൊണ്ടായാലും മുകളിൽ പോയി ചായ കുടിക്കാം. ലിഫ്റ്റ് കീഴുള്ളതെല്ലാം വാടകയ്ക്ക് കൊടുക്കാം. വാടകയ്ക്ക് കൊടുക്കാമല്ലോ. ഏറ്റവും കീഴിൽ നീ കാർ പാർക്കിംഗ് കൊടുക്കണം. ഏറ്റവും അടിയിൽ നിനക്ക് ഐഡിയ കൊടുത്ത് ഇങ്ങനെയുള്ള ഐഡിയ പറഞ്ഞു. കാരണം ഞാൻ എഞ്ചിനീയർ ഒന്നുമല്ല, ഞാനൊരു എഞ്ചിനീയർ ഒന്നുമല്ല. പലർക്കും വീട് കെട്ട് ഉദവി ചെയ്യുന്നതിന് ഞാൻ അപ്പടിയെ പഠിച്ച് പഠിപ്പില്ലാത്ത എഞ്ചിനീയർ ആയിട്ട് പലരുടെയും വീട് നിർമ്മാണത്തിൽ ഇതുപോലെ സഹായിച്ച് ഞാൻ ഇതിനെ കുറിച്ചുള്ളതായ ആധികാരികമായ പഠനത്തില്ലെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആയിട്ട് എഞ്ചിനീയേഴ്സിനോട് ചോദിക്കും, നീളமான ഒരു ഫൗണ്ടേഷൻ പോട്ടാൽ അതിനാലുള്ള പ്രയോജനം നഷ്ടം എന്ന് നീളത്തിൽ അടിസ്ഥാനമിട്ടാൽ ലാഭനഷ്ടം അവർ ചൊല്ലിത്തന്ന താൻ പറഞ്ഞു. இந்த நீளம் അത് ഉയരமாக வைத்துകൊണ്ടാൽ, ആ നീളം ചുരുക്കിയിട്ട് ഉയരത്തിലേക്ക് പോയാൽ അവർക്ക് വാടകയ്ക്ക് വീട് കൊടുക്കാം. വാടകയ്ക്ക് വീട് കൊടുക്കാം. ദേവനക്ക് ദൈവത്തിന് മഹത്വം. ഇவ்வளവും പണവും தேவைയില്ല. പണം വേണ്ടി വരില്ല. ഞാൻ അവരുടെ സ്വന്തം. ഞാൻ പറഞ്ഞു അവരാ എങ്കിட்ட ശരി വാസന സ്വന്തം. ശരി വാസനൊക്കെ എന്നോട് പറഞ്ഞെങ്കിലും
ஒரு விசுவாசி கிட்ட போய் சொன்னான், ഒരു വിശ്വാസിയോട് പറഞ്ഞു, நான் வீடு கட்டுறது பாஸ்டருக்கு பொறாமை. ഒരു നല്ല വീട് ഞാൻ പണിയുന്നതില് പാസ്റ്റർക്ക് വലിയ കുശുമ്പാണ്. எனக்கு தான் என்ன பண்றேன், நான் தானே தங்க போறேன், ഞാനാണോ വർക്കാൻ പോകുന്നത്? அப்ப அந்த பிரதர் சொன்னார், விசுவாசி பிரதர் சொன்னார், ആ വിശ്വാസി ബ്രദർ പറഞ്ഞു, அனுமதித்து கொடுங்க. പാസ്റ്ററെ അതങ്ങ് സമ്മതിച്ചു വിടുകൂടി. நான் அனுமதிக்கல, எனக்கு ஒன்றும் இல்லை. സമ്മതിക്കുന്നതിന് എനിക്ക് പ്രയാസമൊന്നുമില്ല. പിന്നെ അവൻ മൂക്ക് മുട്ട സാപ്പിടും, ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് കുടൽ ഉരുക്കണം. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ വയറു നിറച്ച് ഭക്ഷണം കഴിക്കും, ഞാൻ எனக்கு கஷ்டம், எனக்கு பிரச்சனை, எனக்கு போராட்டம், ஃபாஸ்டிங் எடுங்க, ஃபாஸ்டிங் எடுங்க, நான் சாப்பிடுறேன். പാസ്റ്റർ എനിക്ക് പ്രശ്നമാണ്, കഷ്ടമാണ്, വാശം പോഷിക്കണം, ഞാൻ കഴിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് മുഖത്ത് நான் சொன்னேன், இனி இந்த வீட்டுக்காக என்னால ஃபாஸ்டிங் எடுக்க முடியாது. ഇനി ഈ വീടിന് വേണ്ടി ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുകയില്ല. சாதாரண ஆறாவது வீடு கட்டினா, സാധാരണ ആരെങ്കിലും വീട് പണിതാൽ சாதாரண வாரத்தில் 3 நாள் ஃபாஸ்டிங், ஒரு நாள் அதிகமாக ஃபாஸ்டிங் எடுக்கும். ആഴ്ചയിൽ 3 ദിവസം ഉപവാസം ഉണ്ടെങ്കിലും ഒരു ദിവസം അതിനു വേണ്ടി കൂടുതലായിട്ട് എടുക്കും. அவருக்காக ஜெபிக்கும். എനിക്കായി പ്രാർത്ഥിച്ചു. കാരണം ഒരു വീട് കെട്ടുന്നത് സാധാരണ വിഷയമല്ല. വീട് പണിയുന്നത് ഒരു സാധാരണ കാര്യമല്ലല്ലോ. പല പ്രശ്നങ്ങളും പല പ്രശ്നങ്ങൾ വരും. அதற்காக നമ്മൾ ജപിക്കും. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഞാൻ അനുവദിക്കണം, എനിക്കൊന്നുമില്ല. അനുവദിക്കുന്നത് എനിക്ക് തടസ്സമൊന്നുമില്ല. ആന പ്രശ്നം വന്നാൽ എൻകിட்ட വരக்கூடாது. പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ എന്റെ അടുക്കൽ വരില്ല. இந்த வீடு அவர் கட்டி முடிக்க முடியாது. തനിക്ക് ഈ വീട് പണി പൂർത്തീകരിക്കാൻ പറ്റില്ല. ഞാൻ എന്നാ ചെയ്തேன், ഞാൻ എന്ത് ചെയ്യും? ഞങ്ങളുടെ മദറെ കൂപ്പിട്ട്, പാവം ഗ്രേസ് സാമുവൽ മദർ, ഞങ്ങളുടെ മദറിനെ വിളിച്ചൊരു പാവം ഗ്രേസ് സാമുവൽ അമ്മച്ചിയാണ്. ഏണിയെല്ലാം വെച്ച് പേടിയൊക്കെ വെച്ച് കീഴെ ഇറങ്ങി താഴെ ഇറങ്ങി. അമ്മച്ചിക്ക് ഇറങ്ങാൻ മുടിயாது. അമ്മച്ചിക്ക് ഇറങ്ങാൻ ഞാൻ എന്നെ കൈയെല്ലാം പിടിച്ച് ഭയപ്പെടാതെ അവിടെ വീഴ്ന്നാൽ എൻ മേലതാൻ വീഴും. അമ്മച്ചിയോട് പേടിക്കണ്ട, കൈ കൊടുത്ത് വീണാൽ എന്റെ മേത്ത് വീഴും. அப்படி இறக்கிட்டேன். പിന്നെ ഡ്രം എല്ലാം കൊണ്ടുപോയി, ഡ്രമെല്ലാം കൊണ്ടുപോയി അവന്റെ കല്ല് ഓടുന്നത് ഡ്രം അടിക്കണമോ? അവിടേക്ക് അടിസ്ഥാനം ഇടുന്നെങ്കിൽ ഡ്രം അടിക്കണം. தேவையில்ல, ആവശ്യമില്ല. എനിക്കറിയാം ഇത് ഡെഡിക്കേഷൻ നടക്ക പോകില്ലേ. എനിക്കറിയാം ഇത് ഡെഡിക്കേഷൻ. ഇന്ത്യക്ക് ഡ്രം അടിച്ച് പാട്ടൊക്കെ പാടി என்ன செய்வோம், ഡെഡിക്കേറ്റ് പണി മുടിപ്പോ. അതുകൊണ്ട് നടക്കാത്ത ഡെഡിക്കേഷൻ ഇന്ന് അങ്ങ് നടത്താം. സഹോദരിമാരെയും പിടിച്ച് ഇറക്കി, സഹോദരിമാരെയും പിടിച്ചിറക്കി ഫൗണ്ടേഷനില്ല ആ ഫൗണ്ടേഷനിൽ പാട്ടൊക്കെ പാടി കുട്ടി പ്രസംഗം പണി, ആ ഒരു കുഞ്ഞു പ്രസംഗം നടത്തി, കല്ലും പോട്ട് കല്ലുമിട്ട് വീടിന്റെ ഡെഡിക്കേഷനും പണി മുടിച്ച ഡെഡിക്കേഷൻ നടത്തി പോന്നു. ദേവനുக்கு മഹിമ. ദൈവത്തിന് സ്തോത്രം. അവർ മേലെ ഏറിയസ്. പിന്നെ മേലേക്ക് அந்த காலத்து நானும் மேல கீழே இறங்குறதும் மேல ஏறுறதும் கஷ்டம் தான். 110 கிலோ இப்பதான் குறைஞ்சு போச்சு. அந்த കാലത്ത് 110 കിലോ 110 കിലോ ഉണ്ടായിരുന്നു. ഇറങ്ങാനും കയറാനും പ്രയാസമാണ്. എന്നാലും ഞാൻ ഏറിനെ എന്നാലും ഞാൻ കയറി. ദേവനുக்கு മഹിമ. ദൈവത്തിന് അത് വീട് കെട്ടിയ വീട് പണി. ലിൻഡർ ലെവൽ വന്നപ്പോത്, ആ ലിൻഡിൽ ലെവലെത്തിയപ്പോൾ ലിൻഡിൽ ലെവലെത്തി 60 ലക്ഷം രൂപ മുടിഞ്ഞത്. 60 ലക്ഷം തീർന്നു. വേലയും പോയി വിട്ടു. തന്റെ ജോലി നഷ്ടപ്പെട്ടു. പിറകെ കടൻ എടുത്ത്, പിന്നീട് ലോൺ എടുത്തു. 10 ലക്ഷം 15 ലക്ഷം രൂപ കടൻ എടുത്ത് അതിനെ മൂടി പൊട്ടാൻ. 15 ലക്ഷം എടുത്ത് അതിന്റെ റിഫീൽ. അപ്പൊ എല്ലാം എനിക്ക് ന്യൂസ് വരുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ ഞാൻ അറിയുന്നുണ്ടായി. ഇവര് വരമാട്ടാറ്, താൻ വരില്ല. ഇവര് എന്റെ ബ്രദറിട്ട് പോയി சொன்னேன், பாஸ்டர்கிட்ட சொல்லி ഒന്ന് ജോബം பண்ண சொல்லுங்க. പാസ്റ്ററോട് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറയണം. ഞാൻ പോക മാട്ടേൻ, പോണ അവർ എന്നെ വരട്ടുവാര്. ഞാൻ പോകില്ല, എന്നെ ഓടിച്ചു കളയും. നീ തന്നെ சொன்னே, പാസ്റ്റർക്ക് പൊറാമയും. പാസ്റ്റർക്ക് അസൂയാന്ന് പറഞ്ഞതല്ലേ? അവർക്ക് പൊറാമതാ. തനിക്ക് അസൂയാണ്. കടസയില് വീട് കെട്ടി മുടിക്കവില്ല, വീട് പണിത് പൂർത്തീകരിച്ചില്ല. അത് വിറ്റാച്ച്. അത് വിറ്റു. എவ்வளவு നഷ്ടത്തിൽ, എത്രയോ നഷ്ടത്തിലാണ്. ഒരു നല്ല ഒരു സിറ്റിയില്, ഇത്തരം നല്ലൊരു നഗരത്തിൽ, ഇടത്തില്, നല്ല നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ലാൻഡിന് തന്നെ കോടിക്കണക്കിന് രൂപ, വസ്തുവിന് കോടിക്കണക്കിന് രൂപ കിട്ടുമായിരുന്നു. എല്ലാം വിറ്റു. എല്ലാം വിറ്റ് കടസയിലെ എന്റെ അറിവിൻപടി 8 ലക്ഷം രൂപ കടം. ഞാൻ അറിഞ്ഞതുപോലെ 8 ലക്ഷം രൂപയുടെ കടമായി. ജീവനത്തിന് പെരുമയ്ക്കാക നീ വീട് കെട്ടാതെ, ജീവനത്തിന്റെ പ്രതാപത്തിനായി വീട് പണിയരുത്. ഞാൻ പലയിടത്തിനും சொல்லுவதும், ചിലപ്പോ അവരുടെ കുടുംബത്താർ ആരാധ ഇങ്ങ ഇരുപ്പാങ്ക, മன்னிச்சிடுங்க. തന്റെ കുടുംബക്കാരെവിടെയെങ്കിലും എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് தெரியாது അവർ എന്താ കേരളമാണെന്ന് தெரியும். കേരളമാണെന്നേ അറിയാവൂ, ഏത് നാടാണെന്ന് അറിയില്ല. പത്തനംതിട്ടയോ പൊന്നപ്പനഗർ അതൊന്നും தெரியாது. പത്തനംതിട്ടയാണോ എന്ന് അറിയില്ല. ഇങ്ങ ഇരുന്നാ മன்னிச்சிடுங்க. ആളുകൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ കുറ്റം சொல்லுவതല്ല, ഞാൻ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്.
பெருமைக்காக வீடு கட்டாதீர்கள். പൊങ്ങച്ചത്തിനായി വീട് വയ്ക്കരുത്. தேவைக்கு எதுவும் செய்யலாம். നിങ്ങളുടെ ആവശ്യത്തിന് എന്തും ചെയ്യാം. இந்த கப்பு வாங்கலாம், കപ്പ് വാങ്ങാം, தேவைக்கு வாங்கலாம். ആവശ്യമാണെങ്കിൽ. அந்த கப்பு பார்த்த உடனே കപ്പ് കണ്ടാൽ இதெல்லாம் கோல்டு கலர், എല്ലാം ഗോൾഡ് കളർ, நல்ல அருமையான கப்பு. നല്ല കാണാൻ നല്ല ഭംഗി. நீ ஒரு இச்சையில், ஆசையில், மோகத்தில் கப்பு வாங்கினால், അത് കണ്ടാശിച്ച് മോഹിച്ച് നീ വാങ്ങിയാൽ, இத முக்கியமான உபதேசம். ഇതാ ഒരു പ്രധാന ഉപദേശമാണ്. இந்த இடத்துல நாம் விழுந்து போகிறோம். അവിടെ നമുക്ക് വീഴ്ച വരുന്നു. கப்பு கப்பு தான், കപ്പ് കപ്പ് തന്നെ. ஆனா இதெல்லாம் கோல்டுன்னு வச்சுக்கொள்ளுங்க. എല്ലാം ഗോൾഡ് ആണെന്നിരിക്കും. பாக்குறதுக்கு அழகு, കാണാൻ വളരെ മനോഹരം. அப்ப நீ அதில் இச்ச வச்சு, നീ അതുകൊണ്ട് மோகிச்சு, ஆசைப்பட்டு, ആശിച്ച് நீ கப்பு வாங்கினால், കപ്പ് വാങ്ങിയാൽ இந்த கப்போடு கூட കപ്പോടുകൂടെ அந்த இச்சை என்ற பிசாசு ஒண்ணுக்குள்ள வந்து விடும். ആ മോഹമെന്ന പിശാച് നിന്നിലേക്ക് വരും. விளங்கிக் கொள்ளுங்க. മനസ്സിലാക്കുക. கப்பு வாங்கியாச்சு, കപ്പ് വാങ്ങി, அது ஒரு பேனை வாங்கியாச்சு, അല്ലെങ്കിൽ ഒരു പേനയാണെന്നിരിക്കുന്നത്. பேனை வச்சுக்கொள்ளுங்க. പേനയാണെന്നിരിക്കുന്നത്. அது நீ இச்சையோட தேவைக்கு பேனை வாங்கலாம். നിന്റെ ആവശ്യത്തിനുള്ള പേന വാങ്ങാം. எனக்கு ஒரு பேனை தேவை, ഒരു പേന ആവശ്യം வாங்கலாம். വാങ്ങാം. கப்பு தேவை, കപ്പ് ആവശ്യം, ஏதோ ஒரு கப்பு வாங்க. ഒരു കപ്പ് വാങ്ങി. தண்ணி குடிக்கணும், அவ்வளவு. വെള്ളം കുടിക്കണമല്ലോ, അത്ര മതി. ஆனா இச்சையோட நீ வாங்கினால், എന്നാൽ മോഹിച്ച് വാങ്ങിയാൽ அந்த கப்போட இந்த பேனாவோட இச்சை என்ற பாவம் உனக்குள்ளே வந்துவிடும். ആ കപ്പോട് കൂടിയോ അല്ലെങ്കിൽ ഈ പേനയോട് കൂടിയോ മോഹം എന്ന പാപം നിന്നിലേക്ക് വരുന്നു. நீ 2 வீலர் வாங்கலாம், 2 വീലർ വാങ്ങാം. இச்சையோட வாங்கினால் മോഹിച്ചു വാങ്ങിയാൽ இச்சை உனக்குள்ளே வந்துவிடும். ആ മോഹം നിന്റെ ഉള്ളിൽ വരുന്നു. கார் வாங்கினால் കാറ് வாங்கலாம், കാറ് വാങ്ങണം, വാങ്ങാം. ஆனா இச்சையோட வாங்கினால், എന്നാൽ മോഹത്തോടു കൂടെ വാങ്ങാം. தேவைக்கு ஒரு கார் வாங்கலாம். ആവശ്യത്തിന് ഒരു കാറ് വാങ്ങാം. எனக்கு ஒரு கார் தேவை, എനിക്കൊരു കാർ ആവശ്യം, அது வாங்கலாம். ഇത് വാങ്ങാം. அதில் பிசாசு வராது. അതിൽ പിശാച് വരില്ല. வேதவசனம் அப்படி சொல்லுது. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു. யாக்கோபு 1 அதிகாரம் 14 வசனத்தை படித்து பாருங்க. യാക്കോബ് എഴുതിയ ലേഖനം 1 അധ്യായം 14 വാക്യം വായിച്ചു നോക്കൂ. அங்க என்ன வாசிக்கிறோம்? ഇവിടെ എന്ത് വായിക്കുന്നു? ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് தமிழ் வாசம். അവനവൻ அவன் தன் சுய இச்சையினால் இழுக்கப்பட்டு சிக்குண்டு சோதிக்கப்படுகிறான். பின்பு இந்த விஷயம் வழங்கிக் கொள்ளுங்க. കാര്യം മനസ്സിലാക്കും. അവനവൻ തൻ சுய இச்சையினால், സ്വന്തം മോഹങ്ങളാൽ இழுக்கப்பட்டு சிக்குண்டு சோதிக்கப்பட்டு, ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് ആസ്വദിക്കപ്പെടുന്നു. இந்த கப்பை பார்த்த உடனே ஒரு இச்சை வந்துருக்கு. കപ്പ കണ്ടാലുടൻ ഒരു മോഹം. கப்பு நல்லதுதான், ഇപ്പൊ കൊള്ളാം. ஆனா சாதாரண ஒரு கப்பா இருந்தா എന്നാൽ ഒരു സാധാരണ കപ്പാണ്. அது மேல உனக்கு ஒரு இச்சை வராது. അതിൽ ഒരു മോഹം വരില്ല. வேதவசனம் என்ன சொல்லுது? ബൈബിൾ വചനങ്ങൾ എന്ന് പറയുന്നു. சொந்த வாசிங்க. பின்பு இச்சையானது முதல்ல வாசிங்க. அவனவன் தன் சுய இச்சையினால் இழுக்கப்பட்டு சோதிக்கப்பட்டு சிக்குண்டு விடுகிறார். സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് അതിൽ കൊടുക്കുന്നു. அடுத்த பாருங்க. அப்ப அந்த இச்சை இங்க வந்து விட்டது. ആ മോഹങ്ങളുടെ വന്നു കഴിഞ്ഞു. இச்சை வந்து അവിടെ விட்டது. உனக்கு தெரியாது, നീ അറിയുന്നില്ല. பின்பு இச்சையானது പിന്നെ മോഹം ഗർഭം ധരിച്ച് അതാ ഗർഭം ധരിക്കുന്നു. என்ன அர்த்தம்? എന്താണ് അർത്ഥം? கர்ப்பம் என்று சொன்னா நமக்கு எல்லாருக்கும் தெரியும். ഗർഭം എന്നാൽ അറിയാം. துவக்கத்தில் அது ஒரு சின்ன கரு, ആരംഭത്തിൽ അതൊരു ചെറിയ ഭ്രൂണം, நமக்கு தெரியும், അറിയാം. பிறகு அது வளர்ந்து 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 5 6 மாசம் ஆகும் போது கை கால்கள் எல்லாம் வந்து ஒரு குழந்தையாக மாற்றப்படுகிறது. ഇത് പിന്നീട് വളർച്ച പ്രാപിച്ച് കൈകാലുകൾ വെച്ച് ഒരു ശിശുവായി മാറുന്നു. இல்லையா? 9ஆம் மாசத்தில் 10ஆம் மாசம் என்று சொல்லும் போது குழந்தை வெளியே வருகிறது. 9 മാസം കഴിഞ്ഞ ആ ശിശു വരും. അപ്പം തുടക്കത്തിൽ ഒരു പേന വാങ്ങിയതിട്ട് പാസ് ഇவ்வளோ பெரிய പ്രസംഗം, അത്ര വലിയ പ്രസംഗം പ്രസംഗിച്ചത് ഒരു ചെറിയ പേനയുടെ കാര്യത്തിലാണ്. ഞാനൊരു കപ്പ് വാങ്ങിയിട്ട് ഇவ்வளோ പ്രസംഗം. ഒരു കപ്പിനാണോ ഈ വലിയ പ്രസംഗം? പ്രസംഗമല്ല, ഇച്ഛയാനത് ഗർഭം ധരിച്ച്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണപ്പെടുമ്പോൾ പാപം ഒഴിത്തിട്ട് മരണത്തെ
മരണത്തെ തുറന്നു. அந்த மரணம் என்பது பின்மாற்றம். അവിടെ പറയുന്ന മരണം എന്നത് പിന്മാറ്റം. சிலர் கார் வாங்குவாங்க, ചിലർ കാർ വാങ്ങും, ஸ்கூட்டர் வாங்குவாங்க, ഒരു ബൈക്ക് വാങ്ങും, வீடு கட்டுவாங்க. വീട് പണിയും. சில நாட்களுக்கு பிறகு அவரை கூட்டத்துக்கு காணும். കുറെ നാൾ കഴിഞ്ഞാൽ വീട്ടിൽ കാണാനില്ല. பின்மாற்றம். പിന്മാറ്റം. வந்தாலும் பின்னால உட்காருவாங்க. വന്നാലും പുറകിലിരിക്കും. പത്തനംതിട്ട കാര്യം എന്താ ഞാൻ சொல்றது? ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, തമിഴ്നാട്ടിലെ കാര്യം. തമിഴ്നാട്ടിലൊക്കെയാണ്. അനേക അനുഭവത്തോടെ பேசுகிறேன். ഞാൻ എന്റെ അനുഭവ രൂപേണയാണ് പറയുന്നത്. இப்படி நம்முடைய ஜீவியத்தில் பின்மாற்றம் வந்துள்ளது. നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ പിന്മാറ്റം പ്രവേശിക്കുന്നു. ഒരു കാലത്തിൽ അവൻ മുന്നോട്ട് ഇരുന്ന് കൈകളെ തട്ടി ദേവനെ ആരാധിച്ചു. ഒരു കാലയളവിൽ മുൻനിരയിലിരുന്ന കൈകളടിച്ച് ദൈവത്തെ നന്നായി ആരാധിച്ചു. அந்த നാളുകളിൽ അവൻ തന്നെ വന്ന് ഷെഡെല്ലാം പെരുക്കി പായി പോടുവാൻ. ആ നാളുകളിൽ താൻ തന്നെ വന്ന് ആരാധന ഹാൾ വൃത്തിയാക്കി പായി